ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ്. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ദശക്കട്ടിയുള്ള അധികം മുള്ളൊന്നും ഇല്ലാത്ത ഏത് മീനും എടുക്കാം. നെയ്മീനോ കരിമീനോ ആവോലി അങ്ങനെയുള്ള മീനൊക്കെ. അതിനായിട്ട് ആദ്യം നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 ടീസ്പൂണ് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, പിന്നെ അരമുറി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് മീനിലേക്ക് നന്നായിട്ട് മസാലപ്പൊടികൾ തേച്ച് പിടിപ്പിക്കുക. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കൂടുതൽ നേരം വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാന് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ 3-4 ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ മീനൊക്കെ നിരത്തി വെച്ച് കൊടുക്കുക. ഒരു സൈഡ് 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്ത് ആ ഭാഗവും 2-3 മിനിറ്റ് മറിച്ചിടുക. എന്നിട്ട് നമ്മൾ വീണ്ടും കോരിയെടുക്കുക. ഇതിനി കറിയിൽ കിടന്നിട്ട് ഒന്നും കൂടെ വേവാനുള്ളതാണ്. മീൻ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ 2-3 പീസ് പട്ട, ഗ്രാമ്പു, 2-3 ഏലക്ക കുത്തിയിട്ടും കൂടി ഇട്ടെടുക്കുക. പിന്നെ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞത് ഇട്ടെടുക്കുക. എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് കൂടുതൽ സമയം വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി സ്ലൈസ് ചെയ്തത് ഇട്ടെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല. വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പാലിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടെടുക്കുക. ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ഇടുന്നത്. മുളക് പൊടി ഇടുന്നില്ല. എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക് ഇടാം. പിന്നെ പൊരിച്ച മീൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ട, ചപ്പാത്തി ഇവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കോംബോ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് വിനാഗിരിയോ നാരങ്ങ നീരോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. നമ്മളൊന്ന് ചൂടായി കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ടി വരും. അപ്പോൾ പുതിയ റെസിപ്പീസും വീഡിയോസുമായിട്ട് പിന്നെ കാണാം. ടാറ്റാ.